പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ സ്നേഹമാണോ വലുത് അതോ പണമാണോ വലുത് എന്നുള്ളതാണ് ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന ഒരു ചെറിയ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാനോ ഇതാവാനൊന്നും അറിയില്ല. പക്ഷെ നമ്മളെ ലൈഫിൽ ഒരു പ്രതിസന്ധി വന്നപ്പോൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവുമല്ലോ, സ്നേഹം കൊണ്ടാണോ പണം കൊണ്ടാണോ നമുക്ക് മുൻതൂക്കം കിട്ടിയിട്ടുണ്ടാവുക എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മളെ ലൈഫിൽ അനുഭവിച്ച ഒരു കാര്യം നിങ്ങൾക്ക് മുന്നിലും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരാൾ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് സ്നേഹമാണോ വലുത് അതോ പണമാണോ വലുത് എന്ന് വെച്ചാൽ ഞാൻ പണത്തിനെ മുൻതൂക്കം കൊടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ ചോദിക്കും പണത്തിനുള്ള ആർത്തി കൊണ്ടാണ് ഇപ്പോൾ മുൻതൂക്കം കൊടുക്കണമെന്ന്. ഒരിക്കലും അല്ല. ലൈഫിൽ സ്നേഹം കൊണ്ട് ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് എൻ്റെ ലൈഫിലൂടെ ഞാൻ മനസ്സിലാക്കി. കാരണം സ്നേഹിച്ചതിൻ്റെ പേരിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. ഒന്നും കയ്യിലില്ലാതെ എല്ലാം നഷ്ടപ്പെട്ടിട്ട് നമ്മളെ കയ്യിലുള്ള എല്ലാം നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ ഒരു സ്നേഹം കൊണ്ട്. പക്ഷേ പണം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്നേഹമൊക്കെ താനെ വരും കേട്ടോ. ഇപ്പോൾ ഒരാൾ നമ്മുടെ കൂടെ കൂടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പണം കണ്ടിട്ടായിരിക്കും നമ്മുടെ കൂടെ കൂടുക. അല്ലാതെ ഒരിക്കലും നമ്മുടെ സ്നേഹം കണ്ടിട്ട് കൂടെ കൂടുന്നത് 100-ൽ 1 പേരൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അല്ലാതെ 100-ൽ 99 ആളുകളും കൂടെ കൂടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പൈസ കണ്ടിട്ട് തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട്സ് ആയാലും ഫാമിലിയിൽ നിന്നായാലും ഒക്കെ പണം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഉണ്ടാവും, ഇല്ലെങ്കിൽ ആരും ഉണ്ടാവില്ല. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കൽ ചിലപ്പോൾ പണം ഉണ്ടാകുമ്പോൾ നമ്മളത് മനസ്സിലാക്കിക്കൊള്ളണം എന്നില്ല. നമ്മുടെ ലൈഫിൽ പണം ഇല്ലാതായിട്ട് ഒന്നുമില്ലാതെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ മനസ്സിലാക്കുക പണമായിരുന്നു എല്ലാം, അല്ലാതെ സ്നേഹമല്ല എന്നുള്ളത്. പക്ഷെ അത് മനസ്സിലാക്കി വരുമ്പോഴേക്കും ചിലപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് എല്ലാം നഷ്ടമായിട്ടുണ്ടാവും. നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റാത്ത രൂപത്തിൽ നഷ്ടപ്പെട്ടതിൻ്റെ ശേഷമായിരിക്കും നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പണം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ഉണ്ട്, എല്ലാം നേടിയെടുക്കാൻ പറ്റും. ഒരുവിധം 99 പ്രശ്നങ്ങളും പണത്തിന് മീതെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. 1% മാത്രമാണ് നമുക്ക് സ്നേഹത്തിന് മുന്നിലും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വിട്ടുകൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പണം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ഉണ്ട്, പണമില്ലെങ്കിൽ ഒന്നുമില്ല, നമ്മൾ 0 ആണെന്നാണ് അതിനർത്ഥം കേട്ടോ.